എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ഔഷധകഞ്ഞി കർക്കിടക മാസത്തിൽ എല്ലാവരും സേവിക്കണമെന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്നാണ്. പണ്ടുകാലം മുതൽ തന്നെ കർക്കിടക മാസത്തിൽ ഔഷധകഞ്ഞി തയ്യാറാക്കി കുടിക്കുന്ന ഒരു പതിവുണ്ട്. അതിമധുരം, ജീരകം, ചുവന്ന ഉള്ളി, കടുക്, തൃപ്പലിമുഖം, കുന്നിവേർ, ഉഴിഞ്ഞവേര, ചിറ്റാമുട്ടി, കടലാടി വേര ഇവ സമയെടുത്ത് ചതച്ച കിഴി കെട്ടുകയാണ് പതിവ്. ഈ കിഴി ഇട്ട് പഴനല്ലരി കഞ്ഞി വെച്ച് കിഴി പിഴിഞ്ഞ ശേഷം കഴിക്കും. മർമ്മക്ഷതം കൊണ്ടുണ്ടായ ചുമ, ശ്വാസമുട്ടൽ എന്നിവ തടയാൻ ഔഷധകഞ്ഞി കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട്, നീർക്കോലി അത്താഴം മുടക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത്? നീർക്കോലി സാധാരണ ആരെയും കടിക്കുന്ന പതിവില്ല. യാദൃശ്ചികമായോ അബദ്ധത്തിലോ അങ്ങനെ സംഭവിച്ചാൽ ഒരു രാത്രി അത്താഴപ്പട്ടിണി കിടക്കണമെന്നാണ് വൈദ്യവിധി. മറ്റുള്ള പാമ്പ് കടിച്ചാലും ആഹാരം വർദ്ധിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ വിഷമില്ലാത്ത നീർക്കോലി കടിച്ചാൽ പോലും അത്താഴം മുടക്കാൻ കഴിയുമെന്നർത്ഥം. നിസ്സാരന്മാരായവർക്ക് പോലും നമ്മുടെ സ്വൈര്യമായ ജീവിതത്തിൽ ചെറിയ തടസ്സങ്ങളെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ സാരം. അടുത്തതായിട്ട്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കാപ്പിക്ക് കഴിയുമോ എന്നാണ് ചോദ്യം. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് കാപ്പിക്കുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ. പ്രായമായവരിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കാപ്പി പ്രത്യേകിച്ചും സഹായിക്കുന്നു. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ എന്ന രാസവസ്തു 65 മേൽ പ്രായമുള്ളവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. പ്രായമുള്ളവരിൽ ഇടപെട്ട് ഓർമ്മശക്തി കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട്. പ്രഭാതത്തിൽ ഉയർന്ന നിലയിലും ഉച്ചയ്ക്ക് ശേഷം താഴ്ന്ന നിലയിലുമാണ് ഓർമ്മശക്തി. കഫീൻ്റെ ഉപയോഗം ഓർമ്മശക്തിയിലുണ്ടാകുന്ന വ്യതിയാനത്തെ പ്രതിരോധിക്കും. തലച്ചോറിലെ കോശങ്ങളെ ക്ഷയിപ്പിച്ച് ഓർമ്മശക്തിയെ താറുമാറാക്കുന്ന അൽഷിമേഴ്സ് രോഗത്തെ പോലും ചെറുത്തു നിർത്താൻ കാപ്പിക്കുടി സഹായിക്കും. സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാമോ എന്ന് അടുത്ത ചോദ്യം. സൂര്യാസ്തമയത്തെ തുടർന്ന് ഇരുട്ട് പരക്കാൻ തുടങ്ങിയതിനെയാണ് സായാഹ്ന സന്ധ്യ എന്ന് പറയുന്നത്. ആധുനിക കാലത്തെ പോലെ വൈദ്യുതി വിളക്കുകളില്ലാതിരുന്ന പഴയകാലത്ത് നേരിയ വെളിച്ചത്തിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ വിഷാംശങ്ങളും മാലിന്യങ്ങളും വീണ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സൂര്യാസ്തമയം മുതൽ പ്രകൃതിയിൽ കണ്ടുവരുന്ന രാസമാറ്റങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചിലകളും ആഹാരത്തിൻ്റെ മുഖ്യഭാഗമായിരുന്ന കാലത്ത് തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം ഇവ പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഗുണകരമല്ല.